ചേട്ടാ നമസ്കാരം. നമസ്കാരം. രാവിലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടപ്പോൾ സകല മാധ്യമങ്ങളും വളരെ മാന്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഏഷ്യാനെറ്റിന്റെ തംബ്നെയിൽ മാത്രം അണ്ണാമലൈ തെറിക്കും എന്നാണ്. എന്നിട്ട് അതിന്റെ താഴത്തെ ടൈറ്റില് ഇങ്ങനെ ഒരു പ്രചരണം ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്നാണ് അവർ കൊടുത്തത്. ബാക്കി എല്ലാത്തിലും അണ്ണാമലൈ സ്ഥാനമൊഴിയുന്നു എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ് ഈ അണ്ണാമലൈ തെറിക്കും എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്തായാലും അണ്ണാമലയെ ഇപ്പോ തമിഴ്നാട്ടിലെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഊഹാപോഹങ്ങളാണ്. അമിത്ഷാ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞു എന്നും പുറത്തു വരുന്നു. കാരണം ഈ ബി.ജെ.പിയുടെ ഒരു ലൈൻ ബിജുചേട്ടൻ അറിയാലോ, മാധ്യമങ്ങൾക്കൊന്നും വാർത്ത ചോർന്ന് കിട്ടില്ല അവിടെ നിന്നും. ഇപ്പൊ നരേന്ദ്രമോദി മാറാൻ പോയാലും അമിത്ഷാ മാറാൻ പോയാലും ആരെങ്കിലും ചുമതല ഏൽക്കുകയാണെങ്കിലും അവർ ചുമതല ഏറ്റു കഴിഞ്ഞ് മാത്രം ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം അവർ ഈ ചുമതല ഏറ്റു എന്നുള്ള കാര്യം പറയാം. പക്ഷെ അതുവരെ ഊഹാപോഹങ്ങൾ, സൂചനകൾ, അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു, ഉണ്ടത്ര ഇല്ലത്ര എന്നൊക്കെ ചേർത്തുകൊണ്ടുള്ള പല പല ഗിമിക്കുകളാണ് ഇവിടെ പലരും അടിച്ചു വിടുന്നത്. അതിൽ ചക്ക വീണ് മുതൽ ചാവും പോലെ കുറെ പേരുടെ ഗിമിക്കുകൾ സത്യമായിട്ട് മാറുന്നു. എന്തായാലും അണ്ണാമലൈ സ്ഥാനം ഒഴിയുമെന്ന് കേൾക്കുന്നു. അപ്പൊ അണ്ണാമലൈ സ്ഥാനം ഒഴിയും എന്നുള്ള ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ADMKയുടെ പളനിസ്വാമി അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അണ്ണാമലയെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അണ്ണാമലയെ അവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് BJP ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം അണ്ണാമലൈ ഒരു മോശക്കാരനായതുകൊണ്ടല്ല, അയാൾ ഭയങ്കര കർക്കശക്കാരനാണ്. അയാൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അയാൾ പറഞ്ഞ വാക്ക് അയാൾ നിറവേറ്റും. കാരണം അയാൾക്ക് ഉറച്ചു നിൽക്കും ഓരോ കാര്യത്തിനും. അപ്പൊ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ പോലീസ് പണി പോലെ അല്ലല്ലോ. പൊളിറ്റിക്സിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആവണം. പക്ഷെ അണ്ണാമലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അണ്ണാമലൈ ഒട്ടും ഫ്ലെക്സിബിൾ ആവാതെ ആ കാർക്കശ്യത്തോടു കൂടി മുന്നോട്ട് പോയി കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്ന ഒരു നേതാവ് കൂടെയാണ്. അപ്പോ ഇങ്ങനെ ഒരു നേതാവിനെ അവിടെ പറ്റില്ല. അണ്ണാമലയെ ഒതുക്കണമെന്നല്ല, അണ്ണാമലയെ മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ അമിത്ഷാ ആ സമയം പറഞ്ഞതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് നാഷണൽ മീഡിയാസ് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ അമിത്ഷാ പറഞ്ഞു. അങ്ങനെ അണ്ണാമലയെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ആത്മഹത്യാപരമായിരിക്കും തമിഴ്നാട്ടിലെ BJPയുടെ അവസ്ഥ. അതുകൊണ്ട് നമുക്കൊരു മോഡറേഷൻ കമ്മിറ്റിയെ നിയോഗിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും സംഭവത്തിൽ തർക്കം വരികയാണെങ്കിൽ ആ മോഡറേഷൻ കമ്മിറ്റിയിലോട്ട് ആ കാര്യങ്ങൾ പോട്ടെ. ആ മോഡറേഷൻ കമ്മിറ്റി തീരുമാനിച്ച് ആരുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ന്യായമുള്ളത് അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളൊക്കെ നടപ്പാക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുവരെയാണ് സ്റ്റോറി നിൽക്കുന്നത്. അപ്പൊ ഇന്ന് വരുന്ന വാർത്തകൾ അണ്ണാമലൈ പോകും എന്നുള്ളതാണ്. അപ്പൊ ഈ അണ്ണാമലൈ പോകുമ്പോൾ വേറൊരു സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത കൂടെ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ആയിരുന്നു, പിന്നെ JP നഡ്ഡയായി. ഇപ്പോഴും JP നഡ്ഡയാണ്. അദ്ദേഹം ആരോഗ്യ മന്ത്രി കൂടെയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ JP നഡ്ഡ മാറേണ്ട സമയമായി. ഇനി BJPയുടെ ഒരു അധ്യക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ദക്ഷിണേന്ത്യയിൽ നിന്നായിരിക്കും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അണ്ണാമലൈ BJPയുടെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ദേശീയ അധ്യക്ഷനായി അവരോധിതനാകുമോ? അതിനാണോ ഈ നീക്കം അമിത്ഷാ നടത്തുന്നത്? കാരണം അണ്ണാമലയെ പോലെയുള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ലീഡറൊക്കെ ഈ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള ഒരു നെറേറ്റീവ് ഓൾറെഡി സംഘപരിവാറിനിടയിലുണ്ട്. എന്താ തോന്നുന്നു ബിജേട്ടാ? അണ്ണാമല വന്നാലും ബിജെപിയുടെ ആദ്യത്തെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രസിഡന്റ് ആയിരിക്കില്ല, ദേശീയ പ്രസിഡന്റ് അല്ല. ബംഗാരു ലക്ഷ്മൺ എന്ന് പറഞ്ഞവർക്ക് മുമ്പൊരു ദേശീയ പ്രസിഡന്റ്. പുള്ളിയാണ് മറ്റേ തെഹൽക്ക വിവാദത്തിൽ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞൊന്ന് പുറത്തായത്. അതിനുശേഷം പിന്നെ നമ്മുടെ വെങ്കയ്യ നായിഡു വന്നിരുന്നു ആന്ധ്രയിൽ നിന്നും. കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്നിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. കാരണം ഇതിനു മുമ്പ് അവരുടെ പാർട്ടി ഒന്നും അല്ലാതിരുന്ന കാലത്തും ഒക്കെ ഇവർ നയിച്ചിട്ടുള്ളതാണ്. അപ്പോ ഇതിനകത്ത് ഒരു സാധനം ഈ ADMKയുമായിട്ട് ധനുഷ് പറഞ്ഞതിനേക്കാളും രൂക്ഷമാണ് ഈ അണ്ണാമലയും ADMK തമ്മിൽ. ജയലളിതയെ അഴിമതിക്കാരി എന്നൊക്കെ വിളിച്ചു കളഞ്ഞു അണ്ണാമല. പക്ഷെ മഞ്ഞുരുകുന്നതിന്റെ ലക്ഷണം ഇപ്രാവശ്യം കാണിച്ചു തുടങ്ങി. ഇപ്രാവശ്യം ഈ ജയലളിതയുടെ ചരമവാർഷികം വന്നപ്പോൾ അണ്ണാമലയുടെ സ്റ്റേറ്റ്മെന്റ് ജയലളിതയാണ് ഒരു 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 തമിഴ്നാടിന്റെ വികസനത്തിന് വേണ്ടി സംഭാവന നൽകിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ഇത് എവിടെയൊക്കെയോ മഞ്ഞുരുകുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായി. ഇവിടെ ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വരുന്ന രണ്ട് വാർത്തകളാണ്. ഒന്ന്, ഈ അമിത്ഷായുമായിട്ട് അണ്ണാമല ചർച്ച നടത്തിയിരുന്നു. അത് കൂടാതെ തന്നെ അതിന് മുൻപ് ശ്രീ എടപ്പാടി പളനിസ്വാമിയായിട്ട് പിന്നെ ഈ ADMKയുടെ നേതാവുമായിട്ട് അണ്ണാമല ചർച്ചകൾ നടത്തി. ഇപ്പം പുറത്തു വരുന്ന വാർത്ത ഈ അണ്ണാമലയെ ADMKയുമായിട്ടുള്ള ഉടക്കിന്റെ പുറത്ത് മാറ്റുകയോ ഇല്ല മാറുകയോ അല്ല ചെയ്യുന്നത്. കാരണം BJPയുടെ ഈ ഏറ്റവും വലിയ ലക്ഷ്യം കേരളമല്ല, തമിഴ്നാടാണ്. അതായത് അവരുടെ ഒരു പൊളിറ്റിക്സ് പരിശോധിച്ച് നമുക്കറിയാം, മഹാരാഷ്ട്രയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളായ തെലങ്കാന, ഒപ്പം തന്നെ ഈ പറയുന്ന കർണാടക, ആന്ധ്ര, ആ ഒരു മേഖല പിടിച്ച് ഇനി അവരുടെ അടുത്ത ലക്ഷ്യം തമിഴ്നാടാണ്. എന്തുകൊണ്ടാണ് തമിഴ്നാട് ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളം അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് കടന്നു കയറാൻ, തമിഴ്നാട് അല്പം പ്രയാസകരമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള ഒരു മണ്ഡലം, ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. അപ്പോ ഈ തമിഴ്നാട്ടിൽ അവർ ഏറെക്കാലം
ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമായിരുന്നു പരീക്ഷിച്ചിരുന്നത്. ഹിന്ദു മുന്നണി അതായത് അവിടുത്തെ ഈ RSSനെ സംബന്ധിച്ച് അവരുടെ ജനകീയ മുഖങ്ങൾ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ്. ഇപ്പൊ ഗുജറാത്തിലൊക്കെ മുൻപ് അവരുടെ ജനകീയ മുഖമായിരുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തായിരുന്നു. പലയിടങ്ങളിലും BJP ആണ് അവരുടെ ജനകീയ മുഖം. BJP അത്ര സ്ട്രോങ് അല്ലാത്ത ഇടങ്ങളിൽ അവര് ഇത്തരത്തിലുള്ള ഒരു സംഘടനയെ ഉയർത്തിക്കൊണ്ടു. ജനകീയ മുഖം എന്ന് പറയുമ്പോൾ ഈ ജനകീയ വിഷയങ്ങൾ ഇടപെടുക. നമ്മുടെ കേരളത്തിൽ അവരത് പരീക്ഷിച്ചിരുന്നതാണ്. ഹിന്ദു ഐക്യവേദി ആദ്യം രൂപം കൊള്ളുമ്പോൾ ഈ പഞ്ചായത്ത് തലത്തിലൊക്കെ അവർ സമരങ്ങളും മറ്റുമൊക്കെ ഹിന്ദു ഐക്യവേദി നടത്തി. ഈ കുടിവെള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയിലൊക്കെ അത് വലിയ ക്ലച്ച് പിടിച്ചില്ലത്. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പെടുന്നവരെല്ലാം കൂടെ ചേർന്ന് ഹിന്ദു മുന്നണി രൂപീകരിച്ചുകൊണ്ടായിരുന്നു അവരുടെ കുറെ നാളത്തെ അവരുടെ യാത്ര. അതിനിടയിൽ BJP പ്രസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയ രീതിയിൽ അതിന് നേട്ടം ഉണ്ടാക്കിയില്ല. BJP അഥവാ നേട്ടം ഉണ്ടാക്കിയെങ്കിൽ പോലും അതെല്ലാം ഈ ദ്രാവിഡ പാർട്ടികളുടെ തണലിൽ നിന്ന് കിട്ടിയത്. ADMKയുടെ കൂടെയും DMKയുടെ കൂടെ നിന്നും ജയിച്ച ജയമൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവർ ഒറ്റയ്ക്ക് നിന്നൊരു പെർഫോമൻസ് ഇവർക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ പറയുമല്ലോ നേരത്തെ അവിടെ ജയിച്ചിട്ടുണ്ടെന്നൊക്കെ. അതെല്ലാം ഇങ്ങനെ കിട്ടിയ സീറ്റുകളൊക്കെയാണ്. കോയമ്പത്തൂർ നിന്നൊക്കെ അവർ ജയിച്ചിട്ടുണ്ട്. CP രാധാകൃഷ്ണനൊക്കെ അവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പൊ അത് അന്നത്തെ ഒരു സാഹചര്യം, അന്ന് ഈ DMKയുടെ കൂടെ ഉള്ള ഒരു സഖ്യമൊക്കെ ആയിരുന്നു. പിന്നീട് BJP അതിനെ ശരിക്കും സ്റ്റഡി ചെയ്ത്, കാരണം അവിടെ ഈ ജാതി പൊളിറ്റിക്സ് വളരെ ശക്തമായ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പൊ അവിടെ എങ്ങനെ കടന്നു കയറാം എന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ഏറ്റവും പ്രബലമായ വിഭാഗം, ഹിന്ദുക്കളിൽ ഏറ്റവും പ്രബലമായ വിഭാഗം എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗങ്ങളാണ്. 68% പിന്നോക്ക വിഭാഗം എന്ന് പറയുന്നത്. പിന്നീട് SC വിഭാഗം, ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്നത് 20%, ഷെഡ്യൂൾ ട്രൈബ്സ് എന്ന് പറയുന്നത് 1%. അപ്പൊ തന്നെ അതിന്റെ ഒരു കേവലം 3% മാത്രമേ ഉള്ളൂ ഈ ജനറൽ ആയിട്ടുള്ള കാസ്റ്റ് അതിൽ അവിടെ തമിഴ്നാട്ടിലുള്ളൂ. രണ്ടാമത്തെ കാര്യം മുസ്ലിംസും ക്രിസ്ത്യൻസും ഏതാണ്ട് 6% വെച്ചുകൊണ്ട്. അപ്പം ഇങ്ങനെ ഇവിടെ എങ്ങനെ കടന്നു കയറാം എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ഈ പിന്നോക്ക കാസ്റ്റ്. അതിന് പിന്നോക്ക കാസ്റ്റ് ഏകദേശം DMKയുടെയും ADMKയുടെയും ഇടയിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്ന വോട്ടാണ് ഈ OBC എന്നൊക്കെ പറയുന്ന ആ വോട്ടുകൾ രണ്ടായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പം ഇവിടെ നിർണായകമായി മാറിക്കൊണ്ടിരുന്ന ഹൈന്ദവ വോട്ടുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ SC ST വോട്ടുകളായിരുന്നു. അത് എങ്ങനെയാണ് നിർണായകമാകുന്നത് വെച്ചാൽ അവിടെ ഈ ചെറിയ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്, ഈ വൈക്കോ പോലെയുള്ള, ഇല്ലെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ മരിച്ചുപോയ ഒരു നടന്റെ പാർട്ടിയാണ്, പാർട്ടിയുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, വിജയകാന്ത്, അദ്ദേഹത്തിന്റെ പാർട്ടി, ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ SC ST വിഭാഗത്തിന്റെ വോട്ട്. അപ്പൊ ഇവരും കൂടെ ചേർന്നിട്ടാണല്ലോ മുന്നണി. DMKയുടെ മുന്നണിയിലുമുണ്ട്, ADMKയുടെ മുന്നണിയിലുമുണ്ട്, ഇങ്ങനെയുള്ള ചെറു പാർട്ടി ഇവരെ കൊണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് കോമൺ ആയിട്ടൊരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. BJP ആദ്യം ശ്രദ്ധ പതിപ്പിച്ച ആ മേഖലയിലാണ്. അവിടെ അവര് SC വിഭാഗത്തിൽ നിന്നും, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ നിന്നും L മുരുകൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയെ അവരവിടെ പ്രസിഡന്റായിട്ട് കൊണ്ടുവന്നു. ആ L മുരുകൻ എവിടെയായിരുന്നു പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഈ SC മേഖലകളിലായിരുന്നു BJPയുടെ സമ്മേളനങ്ങൾ വെക്കുന്നത്, അമിത്ഷാ വരുന്നത്, നരേന്ദ്രമോദി വരുന്നത്. എത്ര തവണയാണ് L മുരുകൻ ഇരിക്കുമ്പോൾ മോദി അമിത്ഷായൊക്കെ തമിഴ്നാട്ടിൽ വന്നത്? ഈ വരുന്ന പരിപാടികളെല്ലാം ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് പ്രാധാന്യമുള്ള മുൻതൂക്കമുള്ള മേഖലകളെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. അവിടെ അവര് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഒരു വലിയ പിന്തുണ ആർജിച്ചെടുക്കാനായിട്ട് ഈ മുരുകനിലൂടെ അവർക്ക് കഴിഞ്ഞു. 20% ഉണ്ട്. അതിൽ കൂടെ ഒരു വലിയ വിഭാഗത്തിന് പിന്തുണ അവിടെ കടന്നു കയറാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് അക്ഷരാർത്ഥം ശരി. പിന്നീട് അവർ ശ്രദ്ധ പതിപ്പിച്ചത് അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രം കൊങ്കനാട് പ്രദേശമാണ്, പടിഞ്ഞാറൻ മേഖലയാണ്. കൊങ്കനാട് പ്രദേശത്ത് നിന്ന് അവിടുത്തെ ഒരു പ്രബല സമുദായമായ ഗൗണ്ടർ സമുദായം 7% ഗൗണ്ടർ എന്ന് പറയുന്നത്. അതും OBCയിൽ വരുന്നതാണ്. ഈ ഗൗണ്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആളുകൾ പലപ്പോഴും കരുതും മുന്നോക്കക്കാരാണ്. ഈ സിനിമയിലൊക്കെ ഗൗണ്ടർമാര് പിന്നെ വലിയ ഒരുപാട് മോതിരമൊക്കെ ഇട്ട് വലിയ ഗുണ്ടയായിട്ടൊക്കെ വരും ആളുകൾ. തേവർമാരെയാണ് സിനിമയിൽ ഗൗണ്ടർമാരെ അവതരിപ്പിക്കുന്നത് സാധാരണ. അതെ. അല്ല, തേവർമാരും ഇതാണ് പിന്നോക്കത്തിൽ വരുന്നതാണ്. അപ്പം ഈ ഗൗണ്ടറിൽ വന്നു കഴിയുമ്പോഴത്തേനും ഗൗണ്ടർ 7%. അപ്പം ഈ ADMKയുടെ ശക്തി കേന്ദ്രവും ഈ മേഖല തന്നെയാണ്. തെക്കൻ മേഖലയും പടിഞ്ഞാറൻ മേഖലയും. പടിഞ്ഞാറൻ മേഖലയിലാണ് ഈ ഗൗണ്ടർമാരുടെ ഈ കുങ്കനാടുള്ളത്. അവിടെയാണ് ADMK ശക്തിയുള്ളത്. അവിടെ നിന്നാണ് ഈ പളനിസ്വാമിയും അണ്ണാമലയും ഒരേ സ്ഥലത്ത് നിന്ന് വരുന്നു, ഒരേ ജാതിക്കാരും. അപ്പം ജാതീയ പൊളിറ്റിക്സിൽ കൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ സഖ്യത്തിന് കഴിയില്ല. കാരണം രണ്ടുപേരും ഒരേ കാസ്റ്റിൽ നിന്നും ഒരേ പ്രദേശത്തെ ശക്തിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ ഈ ഫോർമുല. അതായത് അണ്ണാമലയെ രാജിവെക്കുന്നു എന്നുള്ള വാർത്തയുടെ യഥാർത്ഥ കാരണം അതാണ്. രണ്ടാമത്തെ കാര്യം, BJP കുറെ നാളുകളായിട്ട് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വലിയ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല തമിഴ്നാടിന്റെ തെക്കൻ മേഖലയാണ്. ആ തെക്കൻ മേഖലയിൽ നിർണായക സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് തേവർ വിഭാഗം. അവർക്ക് 12% വോട്ട് തമിഴ്നാട്ടിലുണ്ട്, തേവർ വിഭാഗം. ഈ തേവർ വിഭാഗത്തിലേക്ക് കടന്നു കയറുക, അതായത് തേവർ വിഭാഗം പിന്നോക്ക വിഭാഗമാണ്, OBC വിഭാഗം തന്നെയാണ്. ഈ ഗൗണ്ടർ OBCയാണ്, അത് തേവരും അങ്ങനെയാണ്. ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ നമ്മൾ മുന്നോക്കമാണ് ഇല്ലെങ്കിൽ അവര് സംഭവമാണ്, അല്ല. അപ്പൊ അവര് കുറെ പ്രബലരായിട്ടുള്ള ജന്മികളായിട്ടുള്ള വിഭാഗങ്ങളാണ് ഈ ഗൗണ്ടറും തേവരും ഒക്കെ തന്നെ. അവിടെ കടന്നു കയറുക, അതായത് ഈ തിരുനെൽവേലി,
ആ മേഖലയിലൂടെ കടന്നു കയറുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ആ തെക്കും പടിഞ്ഞാറും കൈപ്പിടിയിൽ ഒതുക്കുക എന്നാണ് BJP ലക്ഷ്യമിടുന്നത്. അതായത് തമിഴ്നാട്ടില് ഭരിക്കാൻ ഒരു 150 സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ തമിഴ്നാടിന്റെ 3 സോണുകളിലെങ്കിലും വലിയ ഭൂരിപക്ഷം ഉണ്ടാകണം. നിലവിൽ BJPയുടെ കയ്യിലുള്ള ഒരു സോൺ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ മേഖല, ഈ കൊങ്കനാട് മേഖലയാണുള്ളത്. മറ്റൊന്ന് അവർക്ക് കുറച്ച് നേട്ടം, അതായത് ഒരു നയനാർ നാഗേന്ദ്രയൊക്കെ MLA ആയിട്ട് തെക്കൻ മേഖലയുമാണ്. അപ്പം അവർ ഉദ്ദേശിച്ചിരുന്ന 20% SC/ST വിഭാഗത്തിലേക്ക് കടന്നു കയറാൻ അവർക്ക് കഴിഞ്ഞു. എൽമുരുകനിലൂടെ, അണ്ണാമലയിലൂടെ ഈ ഗവർണർ വിഭാഗത്തിലേക്ക് കടന്നു കയറാൻ അവർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈനാർ നാഗേന്ദ്രൻ എന്ന് പറയുന്ന നിലവിലെ BJPയുടെ MLA ഉപയോഗിച്ചുകൊണ്ട് തേവർ സമുദായത്തിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി 20ഉം 12ഉം 32ഉം 7ഉം 39% അവർ കടന്നു കയറുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് ഇതിനകത്ത് കുറെ തന്ത്രങ്ങൾ കൂടി നോക്കണം. അങ്ങനെ ഈ 39% അവർക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് കടന്നു കയറാൻ കഴിയും. അതായത് എൽ മുരുകൻ, ശ്രീ അണ്ണാമല, അതിനുശേഷം ഇപ്പോൾ വരുമെന്ന് പറയുന്ന ഈ നയനാർ നാഗേന്ദ്രൻ വരികയാണെങ്കിൽ, നയനാർ നാഗേന്ദ്രൻ BJPയുടെ ഒരു ആളൊന്നുമല്ല, അദ്ദേഹം ADMKയിൽ നിന്ന് BJPയിലേക്ക് എത്തി. ADMKയുടെ കാലത്ത് അദ്ദേഹം MLA ആയിരുന്നു, ഇവിടെയും അദ്ദേഹം MLA ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്. അപ്പം ഈ 39% കടന്നു കയറാൻ കഴിഞ്ഞു. അത് മാത്രവുമല്ല, BJPയും ഈ ADMK കൂടെ നിൽക്കുമ്പോഴും അവിടെ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഈ ഗവർണറിൽ നിന്ന് വരുന്ന 2 നേതാക്കന്മാരാണ്. അവിടെ തട്ടകം ഒന്നു തന്നെയാണ്, കൊങ്കനാട് തന്നെയാണ്, ആ മേഖലയാണ്. അപ്പൊ അവിടെ നിന്ന് വോട്ട് സ്പ്ലിറ്റ് ആയി പോകണ്ട എന്നൊരു ധാരണയുടെ പുറത്താണ് ഇപ്പോൾ നടക്കുന്ന നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു മറുഭാഗം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്ത അണ്ണാമലയെ കേന്ദ്രത്തിലേക്ക് മന്ത്രിയാകാൻ വിളിച്ചിരുന്നതാണ്. പക്ഷെ അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും കേന്ദ്ര നേതൃത്വം ഈ വാർത്തയോടനുബന്ധിച്ച് വരുന്ന റിയാക്ഷൻസിനൊക്കെ നമ്മുടെ കേന്ദ്ര നേതൃത്വം പറയുന്ന ഒരു കാര്യം, അണ്ണാമലയെ ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും. അണ്ണാമലയാണ് ഞങ്ങളുടെ ജീവനും ജീവിതവും ഒക്കെ. ഞങ്ങൾക്ക് അവിടെ ക്ലച്ച് പിടിപ്പിച്ചതെന്ന് അണ്ണാമലയാണ്. അപ്പോൾ അതിന് അവർ പറയുന്നു, അണ്ണാമല ഏത് റോഡിലേക്ക് പോയാലും തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമല മാറുന്നില്ല, അല്ലെങ്കിൽ തമിഴ്നാട്ടിന്റെ മെയിൻ റോഡിൽ അണ്ണാമല ഉണ്ടാകും. കാരണം അണ്ണാമല മാറ്റി ഇപ്പൊ നൈനാർ നാഗേന്ദ്രൻ വരിക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പക്കാ പൊളിറ്റീഷ്യനാണ്, അണ്ണാമലയെ പോലെയാണ്. അപ്പം അദ്ദേഹത്തെ കൊണ്ട് കളിപ്പിക്കുകയും അണ്ണാമല ഒരു സൈഡിലേക്ക് നിൽക്കുകയും ചെയ്തു. ഇവിടെയാണ് ധനുഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാഷണൽ മീഡിയാസിൽ വന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു സ്പെക്കുലേഷൻ ആണ് എങ്കിൽ പോലും RSS ആഗ്രഹിക്കുന്നു ദക്ഷിണേന്ത്യയിൽ നിന്ന് BJPക്ക് ഒരു അധ്യക്ഷൻ വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാം കൊണ്ടും നല്ലൊരു വ്യക്തി ശ്രീ അണ്ണാമല ആയിരുന്നു. കാരണം ക്വാളിഫൈഡ് ആണ്, ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യാൻ അറിയാം, നന്നായിട്ട് സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സംഘടനാ വൈഭവമുണ്ട്. ഇതെല്ലാമുള്ള ഒരാൾ തന്നെയാണ് ശ്രീ അണ്ണാമല. അപ്പൊ ഒരു ചോദ്യം വരും, അണ്ണാമല ഒരു കടുംപിടുത്തക്കാരനല്ലേ എന്ന് ചോദിച്ചാൽ, കടുംപിടുത്തക്കാരായിരുന്നല്ലോ അമിത്ഷാ, വലിയ കടുംപിടുത്തക്കാരനായിരുന്നു പാർട്ടിക്ക്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നൊരു അധ്യക്ഷൻ അവർക്കുണ്ടായിരുന്നു. നദ്ദയും ഒട്ടും മോശമൊന്നും അല്ല എന്നാണ് പാർട്ടിയുടെ പല നേതാക്കളും പറയുന്നത്. അദ്ദേഹം വളരെ കൃത്യം കർക്കശക്കാരനായ ഒരു നേതാവ്, ഒരു അധ്യക്ഷൻ തന്നെയായിരുന്നു. പിന്നെ അവർ അവർ ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനാണ് ഇത്തവണ അവർ ഉദ്ദേശിക്കുന്നത്. അവരുടെ നാഷണൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള, കാരണം ഒരു യങ് ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ സ്വപ്നം. കാരണം 55% യൂത്ത് ഉള്ള ഒരു രാജ്യമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മുഖ്യമന്ത്രിമാരെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാണിക് സാഹ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 65 വയസ്സ് അതിന് താഴോട്ട് ഉള്ളവരാണ്. കൂടുതലും 50-55 വയസ്സ് റേഞ്ചിൽ നിൽക്കുന്നവരാണ് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാ മുഖ്യമന്ത്രിമാരും. അപ്പൊ അവര് ദേശീയ അധ്യക്ഷനായിട്ട് അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഫട്നാവിസ് വരുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ നിലവിലത്തെ സാഹചര്യം ഫട്നാവിസ് വരില്ല, അദ്ദേഹം ഇപ്പോ മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ആണ്. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് അണ്ണാമലയ്ക്ക് വലിയ സാധ്യതകളാണ് നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് BJPക്ക് ഒരുപാട് ഗുണം ചെയ്യും, എസ്പെഷ്യലി തമിഴ്നാടിന് ഗുണം ചെയ്യും. അപ്പോഴ് ഈ ADMK എന്ന് പറയുന്ന പാർട്ടിയുടെ മുകളിൽ തന്നെ ആയിരിക്കും അണ്ണാമല. അപ്പോഴും പളനിസ്വാമിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കക്ഷി അണ്ണാമല തന്നെ ആയിരിക്കും. ഈ BJPക്ക് വലിയ തന്ത്രങ്ങളുണ്ടാവും. അവരുടെ ഒരു പ്രധാന തന്ത്രം വെച്ചാല് വളഞ്ഞ് മൂക്കെ പിടിപ്പിക്കുന്ന ഒരു പണിയുണ്ടാവും. നേരെ നിനക്ക് മൂക്കെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ പിടിച്ചോളാൻ പറയും. ഈ പരിപാടിനകത്ത് നടക്കുമെന്നൊരു സംശയമുണ്ട്. കാരണം ഈ അണ്ണാമല ഇവിടുന്ന് ഓൾറെഡി തമിഴ്നാട് പൊളിറ്റിക്സിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നാളെ പളനിസ്വാമിക്ക് ഒരു കാര്യം ഡിസ്കസ് ചെയ്യണമെങ്കിൽ അണ്ണാമല ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം വരും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അതിനകത്ത് നിൽക്കുന്നുണ്ട്. രണ്ടാമത് ഈ ധനുഷ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അതിന്റെ തലപ്പത്തേക്ക് അണ്ണാമല വരുള്ളൂ. പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഈ കോർഡിനേഷൻ കമ്മിറ്റി കേന്ദ്രം തന്നെ നേരിട്ട് നടത്തുമെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. കേന്ദ്രത്തിന്റെ പ്രസിഡന്റും ഒക്കെ തന്നെ നേരിട്ട്, അതായത് ഒന്ന് ഈ ADMK എന്ന് പറഞ്ഞ ചെറിയ പാർട്ടിയല്ല, വലിയ പ്രബലമായ ഒരു പാർട്ടിയാണ്, നാഷണൽ പാർട്ടിയാണ്, ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ പാർട്ടിയാണ്. അപ്പൊ അവർക്ക് ഒരു ചെറിയ കോർഡിനേഷൻ പോരാ. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോലും ഈ BDJSകാരൊക്കെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തോടാണല്ലോ അവർ സംസാരിക്കുന്നത്. അപ്പം ADMK ആണെങ്കിൽ വലിയ പാർട്ടിയാണ്,
അപ്പൊ സെൻട്രലൈസ്ഡ് ചെയ്തിട്ടൊരു കോർഡിനേഷൻ കമ്മിറ്റി വരാൻ സാധ്യതയുള്ളൂ. അതിപ്പോ പുതിയ പ്രസിഡന്റും അവർ നിയമിക്കുന്ന ആളുകളും ഒക്കെ തന്നെ ആയിരിക്കും അവിടെ. ഡൽഹിയിലായിരിക്കും ഇവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുകയും സീറ്റ് വിഭജനമൊക്കെ ചർച്ച ചെയ്യുന്നത് ഡൽഹിയിൽ തന്നെ ആയിരിക്കും. അതിനാണ് സാധ്യത കൂടുതൽ. അപ്പൊ ഏതായാലും തമിഴ്നാട് പൊളിറ്റിക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടിയ വാർത്തയും അവലോകനം ഇത് തന്നെയാണ്. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.